ഹലോ, സുപ്രഭാതം. കർക്കിടക മാസം 2-ാം തീയതി, രാമായണ പാരായണം 2-ാം ദിവസം. എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യണം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ഹരേ കൃഷ്ണ, ഹരേ രാമ, ഹരേ രാമ. ശിവൻ ചെയ്യുന്ന കഥാകഥനം, അതാണ് നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാ രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി, ഭക്തി ഗന്ധരൻ തന്നെ കൊല്ലേണം ദയാനിധേ, സന്തതം നമസ്കാരമതിനു മധുരിപോ. ചന്തളരിടേണ ചിന്തിക്കായി വരേണമേ, പത്മസംഭവനിദ്ധമുണർത്തിച്ച നേരം, പത്മലോചനൻ ചിരിച്ചരുളിച്ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം, പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി, ദത്തമായിതുവരം സുപ്രസന്നേന മയാ. തത്വജ സത്യം കർത്തുമദ്യോഗമദ്യവ മേ, കശ്യപൻ ദശരഥനാപ്നാ രാജ്യന്നീന്ദ്രനായി. കാശ്യപീതലേ തിഷ്ഠത്യധുനാ വിധാതാവേ, തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയും. തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും, മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിത്സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി, യോഗമായാ ദേവിയും ജനകാലയെ വന്നു. ഹീകസാത്മജ കുലാങ്കനാരിണിയായി, മേദിനി തന്നിലെ യോനിജയായുണ്ടായി വരുമാതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാരുളി ചെയ്തു. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ, വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആധി തീർന്നതു നേരമാതിനായകൻ മറഞ്ഞിടനാരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടൻ, മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം, വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി, മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശാന്വയെ സാദരമയോധ്യയിൽ. വാസവാദികളായ നിങ്ങളുമൊന്നു വേണം, വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതു ധാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാരവു വൃക്ഷങ്ങൾ തോറും. വാനരപ്രവരന്മാരായേതും വൈകിടാതെ സുത്രമാദികളോട് പത്മസംഭവൻ നിജഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി
സത്യലോകവും പൂക്കു സത്വരം ധരിത്രിയോ മസ്തസന്താപമതിസ്വസ്ഥയായി മരുവിനാൾ. തത്കാലെ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരിണികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തദസ്മിതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപലയോധികളായുന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷ മാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചുവാണാരല്ലോ. പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥ നമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമിത കുലവര തുല്യനാം സത്യപരാക്രമനങ്കജ സമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനവത്യത്വം കൊണ്ടു. പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാതിസമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരവതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടിയോഗം. പുത്രകാമേഷ്ടി. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈകണ്ഠകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതൂകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകവനവതാരം ചെയ്യുവതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യസിംഹനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഠത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപതാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവിതാനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും
അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാഗർ പിറന്നോരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചരഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും. പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം. സഹസ്രായുധം ഉദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്ര മുഖ വിഭുതന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളക സുഷുമയും കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവുമാരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകള ജഗദാരിജ കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീനൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീ നാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിൽക്കൽമഷൻ നിർഗുണൻ നിഗമാന്ത വാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയനജനമൃതാനന്ദൻ നാരായണൻ വിദ്വാൻമാസ പത്മമധുവൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമല്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു.
അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ 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 ഹരേ കൃഷ്ണ. ശ്രീരാമചന്ദ്ര പ്രഭു. ശ്രീരാമ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ. എന്ന് ഞാൻ ഇവിടുത്തെ വായന ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.